യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവ പ്രാരംഭ കൂദാശകളിൽ ഒന്നാമനാണ് മാമോദീസ. വിശുദ്ധ മാമോദീസ ക്രൈസ്തവ ജീവിതത്തിന്റെ മുഴുവൻ അടിസ്ഥാനമാണ്. ആത്മീയ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കവാടവും മറ്റു കൂദാശകളെ സമീപിക്കാനുള്ള വാതിലുമാണ്. മാമോദീസയിലൂടെ നാം പാപവിമുക്തരാവുകയും ദൈവമക്കളായി വീണ്ടും ജനിക്കുകയും ക്രിസ്തുവിന്റെ അവകാശികളായി തീരുകയും ചെയ്യുന്നു. ഒപ്പം സഭയുടെ ശരീരത്തിലേക്ക് ചേർക്കപ്പെടുകയും അവളുടെ ദൗത്യത്തിൽ പങ്കുകാരാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1213 ഖണ്ഡിക വ്യക്തമാക്കുന്നു. ജ്ഞാനസ്നാനമെന്നും ഇതിനെ വിളിക്കുന്നു. ഇവിടെ ജലം എന്നത് ക്രിസ്തുവിന്റെ മരണത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ കബറടക്കമാണ്. അവിടെ നിന്ന് ആ വ്യക്തി ക്രിസ്തുവിനോടൊപ്പം പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. പുനർജന്മത്തിന്റെ ക്ഷാളനമെന്നും പരിശുദ്ധാത്മാവിലുള്ള നവീകരണമെന്നും ഈ കൂദാശയെ വിളിക്കുന്നു. കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനവും മാമോദീസയിലൂടെ സംഭവിക്കുന്നു. അതുകൂടാതെ ഈ സ്നാനത്തെ ജ്ഞാനോദ്ദീപനം എന്നും വിളിക്കുന്നു. കാരണം വചനമാകുന്ന പ്രകാശത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ആ വ്യക്തി പ്രകാശത്തിന്റെ പുത്രനും അങ്ങനെ പ്രകാശം തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. ഇവയൊക്കെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1214, 15, 16 എന്നീ ഖണ്ഡികകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. എത്ര മനോഹരമാണ് ഈ ക്രിസ്തീയ ജീവിതം! അറിവില്ലാത്ത പ്രായത്തിൽ നാം സ്വീകരിക്കുന്ന ഈ കൂദാശ അപ്പോൾ തന്നെ നമ്മെ ക്രിസ്തുവുമായി ഐക്യപ്പെടുത്തുന്നുണ്ട്. ഇനിയുള്ള ഓരോ ഈസ്റ്റർ ദിനത്തിലും നാം പുതുക്കുന്ന നമ്മുടെ ജ്ഞാനസ്നാന വ്രതം കൂടുതൽ ആത്മാർത്ഥതയോടെ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ പിശാചിന്റെ പാടെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെതായി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.